ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ. അപ്പോ എന്തായാലും അനുപേട്ടന് തുടങ്ങാം. കാരണം അനുപേട്ടനുമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചതെന്ന് അനുപേട്ടനിൽ നിന്ന് തുടങ്ങണം. കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ, ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മാമന്റെ കൂടെ 916 എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനുപേട്ടനാണ്. അന്ന് അനുപേട്ടൻ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം. കാരണം അനുപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ്. അനുപേട്ടനാണ് എൻ്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ. കാരണം എൻ്റെ തോളത്ത് ചായ വെച്ചിട്ട് അനുപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ. ഇടയ്ക്കിടെ എൻ്റെ കയ്യിൽ 2-3 പേപ്പർ വാങ്ങിക്കും. ചെറിയ നിൽക്കട, കുഞ്ഞു നിൽക്കട എന്ന് പറയും. അങ്ങനെ ഞാൻ കുഞ്ഞു നിന്നോടത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ്. അതിന്റെ പാടുകൾ ആ സിനിമയാണ്. പറഞ്ഞോ, ആ സിനിമയാണ് ഡേവിഡ് ആൻഡ് ഗോളിയാത്ത്. അങ്ങനെ അന്ന് അനുപേട്ടൻ എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, കാരണം ലാൽ സാറിനെക്കാളും മമ്മൂക്കയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോൻ. സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം